നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വേലൂർ നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75-ാം നമ്പർ അങ്കണവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. BJPയുടെ സമരം പ്രഹസനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ. PSC പരീക്ഷയിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി ആരോപണം. ഈ മാസം 18-ന് നടന്ന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്നാണ് പരാതി. അനധികൃതമായി സിലബസ് മാറ്റിയെന്നും ഇക്കാര്യം അറിയിച്ചില്ലെന്നും ഉദ്യോഗാർത്ഥികൾ. ലോക മുസ്ലിങ്ങൾക്ക് ആത്മീയ പുതുവർഷത്തിന്റെ തുടക്കം കുറിച്ച മുഹറം മാസത്തിലെ അതിപ്രധാനമായ താസുഅ ആശൂറ അഥവാ മുഹറം 9-10 വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിച്ച വിശ്വാസികൾ. ഇസ്ലാമിക കലണ്ടറായ ഹിജ്റ വർഷത്തിലെ 1-ാമത്തെ മാസവും പ്രവാചകൻ ശ്രേഷ്ഠമാക്കിയ 4 മാസങ്ങളിലെ ഒന്നുമാണ് മുഹറം. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിൽ ആശങ്ക ഉയർത്തിയ ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തി. ഒച്ചുകളെ കണ്ടെത്തിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. വേലൂർ നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75-ാം നമ്പർ അങ്കണവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. അങ്കണവാടിയുടെ അപകടാവസ്ഥയെക്കുറിച്ച് CCTV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട അപകട ഭീഷണി റോഡരികിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയുടെ ചുറ്റുമതിലിന് ഗേറ്റില്ല എന്നതാണ്. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിനോട് ചേർന്നാണ് അങ്കണവാടിയുടെ കവാടവും കെട്ടിടവും സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾ കളിക്കുവാൻ പുറത്തേക്കിറങ്ങുമ്പോൾ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ റോഡിലേക്ക് ഇറങ്ങിയാൽ കുട്ടികളുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോമ്പൗണ്ടിന്റെ സ്ലാബ് മതിൽ പല ഭാഗങ്ങളിലും പൊട്ടിവീഴാറായ അവസ്ഥയിലാണ്. അങ്കണവാടി കെട്ടിടത്തിനോട് ചേർന്ന് നിൽക്കുന്ന കിണറിന്റെ സംരക്ഷണ ഭിത്തിയുടെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീണ് ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അങ്കണവാടി കെട്ടിടത്തിനോട് ചേർന്ന് കുട്ടികളുടെ കളി ഉപകരണങ്ങളും ടോയ്ലറ്റും സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം പുല്ലും ചെടികളും വളർന്ന് കാടുപിടിച്ചിരിക്കുകയാണ്. പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കാലപ്പഴക്കത്താൽ മേൽക്കൂരയും ചുമരും തകർന്ന് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഇതിനു പുറമെ അങ്കണവാടി കെട്ടിടത്തിന് മുകളിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന വേലൂർ വില്ലേജ് ഓഫീസിലേക്ക് എത്തുന്നവർ കോമ്പൗണ്ടിനകത്തേക്ക് ഇരുചക്രവാഹനങ്ങൾ ഓടിച്ചു കയറ്റുന്നതും കുട്ടികൾക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. മാറി മാറി ഭരിക്കുന്ന LDF, UDF ഭരണസമിതികൾ കുട്ടികളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡായിട്ടും ആളുയരത്തിൽ ഉയർന്നു നിൽക്കുന്ന പുല്ലുപോലും വെട്ടിക്കളയാൻ തയ്യാറായിട്ടില്ലെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികൾ തുടരുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. നമ്മുടെ പിഞ്ചോമനകൾ പഠിക്കുന്ന നാളത്തെ വാഗ്ദാനങ്ങളായി മാറേണ്ട നമ്മുടെ പിഞ്ചോമനകൾ പഠിക്കുന്ന നഴ്സറിയിലെ അംഗൻവാടിയിലെ ഒരു സുരക്ഷയുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമുക്കറിയാം ഇതുപോലെ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ചെറിയ വിദ്യാലയത്തിൽ നിന്നും അവിടുത്തെ ഗേറ്റ് ഉണ്ടായിട്ട് പോലും ആ ഗേറ്റ് അടയ്ക്കാൻ ശ്രദ്ധിക്കാതെ അവിടുത്തെ ടീച്ചർമാരെ ശ്രദ്ധിക്കാതെ ഇരുന്ന ആ സമയത്ത് ഒരു പിഞ്ചുകുട്ടി നടു റോട്ടിൽ വന്ന് നിന്ന് അവിടെ നിന്നതും ആ ലോറി ഡ്രൈവറുടെ നല്ല മനസ്സും അദ്ദേഹത്തിന്റെ ശ്രദ്ധയും മൂലം ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇത് നാളെ വേലൂരിലും ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു ഗേറ്റ് വെക്കാൻ പോലും വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ആ വാർഡ് മെമ്പർക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെക്കണം. കർഷക മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി സമരം ഉദ്ഘാടനം ചെയ്തു. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ AG രഞ്ജീവ്, SC മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി,
മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജയ വിനോദ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി യദുകൃഷ്ണൻ വേലൂർ, VP ഷാജി എന്നിവർ നേതൃത്വം നൽകി. പ്രസിഡന്റിന്റെ സ്വന്തം പുറത്തു പോകും. അങ്കണവാടികളുടെ നവീകരണത്തിനു വേണ്ടി ഈ ബജറ്റിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും BJPയുടെ സമരം പ്രഹസനമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി പഞ്ചായത്ത് ഭരിച്ചത് LDF ആണ്. നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75 നമ്പർ അങ്കണവാടിയുടെ ഗേറ്റ് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള ഒരു പ്രവർത്തനവും കഴിഞ്ഞ ഭരണസമിതി നടത്തിയിട്ടില്ല. വില്ലേജ് ഓഫീസ് അങ്കണവാടി കെട്ടിടത്തിന് മുകളിലേക്ക് മാറ്റിയതും LDF ഭരണസമിതിയാണ്. LDFിനെതിരെ പ്രതിഷേധിക്കുന്നതിന് പകരം 5 മാസം മുന്നേ അധികാരത്തിൽ വന്ന UDF ഭരണസമിതിയുടെ പഴി ചാരുവാനാണ് BJPയുടെ ശ്രമം. LDF ഭരണസമിതിയുടെ വീഴ്ചയാണ് അങ്കണവാടിയുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം. പദ്ധതികൾക്ക് DPR അംഗീകാരം വരുന്ന ജൂലൈ 15-ന് ശേഷമാണ് ലഭിക്കുക. ഇതിനുശേഷമാണ് പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂവെന്നും പ്രതിഷേധങ്ങൾക്ക് കാരണം CPM-ഉം BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും സ്വപ്ന രാമചന്ദ്രൻ ആരോപിച്ചു. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് അംഗൻവാടി നവീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും DPC അംഗീകാരം കിട്ടുന്നത് അടുത്ത ജൂലൈ 15-ാം തീയതിക്ക് ശേഷം DPC അംഗീകാരം കിട്ടുള്ളൂ. എല്ലാ പദ്ധതികളും തയ്യാറാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നടുവിലങ്ങാടി അംഗൻവാടിക്ക് ഗേറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP ഇന്ന് നടത്തിയ സമരം CPM-ഉം BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് നടന്ന സമരമാണ്. 10 വർഷമായിട്ട് CPM ഭരിച്ചിരുന്ന ഈ പഞ്ചായത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഗേറ്റ് ഇപ്പോഴും ഗേറ്റ് ഇല്ലാതെ കിടക്കുന്നത് 10 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ ഈ CPM-ന് സാധിച്ചിട്ടില്ല. രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പ് മാത്രമാണ്. പഞ്ചായത്ത് ഈ വർഷം അംഗൻവാടി നവീകരണത്തിനായിട്ട് 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇവിടെ തയ്യൂർ ആലുക്കൽ പാലം പൊട്ടിക്കിടക്കുമ്പോൾ AC മൊയ്തീനെതിരെ സമരം ചെയ്യാതെ പഞ്ചായത്തിന് മുമ്പിൽ വന്ന് ഈ പ്രഹസനം നടത്തുന്നത് CPM-ഉം BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് ഇന്നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ സാധാരണക്കാർക്കും മനസ്സിലാകുന്നതാണ്. ഇത് ഒരു പ്രഹസന സമരം മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. PSC പരീക്ഷയിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി ആരോപണം. ഈ മാസം 18-ന് നടന്ന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്നാണ് പരാതി. അനധികൃതമായി സിലബസ് മാറ്റിയെന്നും ഇക്കാര്യം അറിയിച്ചില്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. പരീക്ഷയുടെ 2 മാസം മുൻപാണ് സിലബസ് മാറ്റിയത്. അറിയിപ്പില്ലാതെ അനധികൃതമായാണ് സിലബസ് മാറ്റിയതെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. പരീക്ഷാ ദിവസമാണ് ഉദ്യോഗാർത്ഥികൾ സിലബസ് മാറിയ വിവരം അറിഞ്ഞത്. വർഷങ്ങളായി ഈ തസ്തികയിലേക്കുള്ള പരീക്ഷാ സിലബസിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ജനറൽ നോളജ് എന്നീ വിഷയങ്ങളാണ്. എന്നാൽ ഇത്തവണ അറിയിപ്പില്ലാതെ പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് ജനറൽ നോളജ് ഒഴിവാക്കി കൊമേഴ്സ് ഉൾപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഈ തസ്തികയ്ക്ക് എന്തിനാണ് കൊമേഴ്സ് ഉൾപ്പെടുത്തിയതെന്ന് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നു. ഉത്തരസൂചികയിലും ഉദ്യോഗാർത്ഥികൾ അസ്വാഭാവികത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 100 ചോദ്യങ്ങളിൽ 54 ചോദ്യത്തിന്റെ ഉത്തരങ്ങളും B ഓപ്ഷനാണ് എന്നതാണ് അസ്വാഭാവികത. ചിലരെ സഹായിക്കാനായി നടത്തിയ ക്രമക്കേടാണിതെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. പരീക്ഷ റദ്ദാക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. മുഖ്യമന്ത്രിക്കും PSC ചെയർമാനും ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിൽ ആശങ്ക ഉയർത്തി ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തി. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന പൊതുപ്രവർത്തകൻ കൂടിയായ പുല്ലൂർ വളപ്പിൽ മുഹമ്മദ് സ്ഥാപനത്തിന് സമീപത്തെ വഴിയിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നതിനിടയിലാണ് ഒച്ചിനെ കണ്ടെത്തിയത്. കൊരട്ടിക്കര അപ്പൂരടത്ത് രവിശങ്കറിന്റെ വീട്ടുമുറ്റത്തു നിന്നും മറ്റൊരു ഒച്ചിനെയും കണ്ടെത്തി. കഴിഞ്ഞ വർഷവും ഈ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഒച്ചുകളെ കണ്ടെത്തിയ വിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഒച്ചുകളെ കണ്ടെത്തിയ സ്ഥലങ്ങൾ അധികൃതർ സന്ദർശിച്ച് ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഷിഗല്ല പ്രതിരോധ യജ്ഞവും ഊർജിതമാക്കുന്നതിനായി സർവകക്ഷി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ നടത്തിവരുന്ന വിവിധ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് യോഗത്തിൽ വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് സബേറ്റ വർഗീസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സുരേന്ദ്രൻ, ഷഹീദ്, ജിഷ അനിൽ, ലിസി ജോയ്, സുജിഷ, അനൂപ്, ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവരും സംസാരിച്ചു.
ലോക മുസ്ലിങ്ങൾക്ക് ആത്മീയ പുതുവർഷത്തിന്റെ തുടക്കം കുറിച്ച മുഹറം മാസത്തിലെ അതിപ്രധാനമായ താസുഅ ആശുറ അഥവാ മുഹറം 9, 10 വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിച്ച വിശ്വാസികൾ. ഇസ്ലാമിക കലണ്ടറായ ഹിജ്റ വർഷത്തിലെ 1ാമത്തെ മാസവും പ്രവാചകൻ ശ്രേഷ്ഠമാക്കിയ 4 മാസങ്ങളിലെ ഒന്നുമാണ് മുഹറം. അറബിയിൽ മുഹറം എന്ന വാക്കിനർത്ഥം വിലക്കപ്പെട്ടത് അല്ലെങ്കിൽ പവിത്രമായത് എന്നാണ്. ഈ മാസത്തിൽ യുദ്ധം പൂർണ്ണമായും നിഷിദ്ധമാക്കപ്പെട്ടതാണ്. റമദാനിലെ നോമ്പിനു ശേഷം ഏറ്റവും പുണ്യമുള്ളതാണ് മുഹറത്തിലെ വ്രതാനുഷ്ഠാനം. ഇതിൽ തന്നെ 9-നും 10-നും ഏറെ പ്രാധാന്യമാണ് നൽകുന്നത്. ഫിറൌനിൽ നിന്ന് മൂസാ നബിയെയും അനുയായികളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയതിന്റെ ഓർമ്മ പുതുക്കലാണ് മുഹറം 10. ഇതിനോടുള്ള നന്ദി സൂചകമായാണ് വിശ്വാസികൾ അന്ന് നോമ്പ് നോൽക്കുന്നത്. മുഹമ്മദ് നബിക്ക് മുമ്പ് തന്നെ ജൂത സമൂഹം മോശയെയും അനുയായികളെയും ചെങ്കടൽ പിളർന്ന് രക്ഷപ്പെടുത്തിയതിന് നന്ദി സൂചകമായി നോമ്പ് നോറ്റിരുന്നു. ഇതറിഞ്ഞ പ്രവാചകൻ അടുത്ത വർഷം 10ഓടൊപ്പം 9-നും കൂടി നോമ്പ് നോൽക്കാൻ മുസ്ലിം മതവിശ്വാസികളോടുണർത്തി. ഈ വ്രതം കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്നാണ് വിശ്വാസം. മുഹറം മാസത്തിൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നു. പ്രവാചക പൗത്രൻ ഇമാം ഹുസൈന്റെ രക്തസാക്ഷിത്വ സ്മരണകളും ഈ ദിനത്തോടനുബന്ധിച്ചുള്ളതാണ്. വ്രതദിനങ്ങളുടെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ബോധവൽക്കരണ ക്ലാസുകളും മൺമറഞ്ഞുപോയവർക്ക് പ്രത്യേക പ്രാർത്ഥനയും നടത്തും. ആഘോഷങ്ങൾക്കപ്പുറം പ്രാർത്ഥനകൾക്കും സ്വയം വിലയിരുത്തലുകൾക്കുമാണ് ഈ മാസത്തിൽ വിശ്വാസികൾ പ്രാധാന്യം നൽകുക. സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും അനീതിക്കെതിരെ പോരാടാനുമുള്ള വലിയൊരു സന്ദേശമാണ് മുഹറം. ത്യാഗത്തിന്റെയും സഹിഷ്ണുതയുടെയും ദീപ്തമായ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് കടന്നുവരുന്ന മുഹറം മാനവികതയുടെയും നന്മയുടെയും പാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും 100 മീറ്റർ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇറക്കിയ വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്ന് ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം സർക്കാരിനോടും ദേവസ്വം ഭരണസമിതിയോടും ആവശ്യപ്പെട്ടു. 50 വർഷം മുന്നിൽ കണ്ടുള്ള വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് പാസാക്കിയ ശേഷമേ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാവൂ എന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ക്ഷേത്ര നടപ്പന്തലുകളിലും ദേവസ്വം റോഡുകൾക്കിരുവശവുമുള്ള അനധികൃത വഴിയോര കച്ചവടം അവസാനിപ്പിക്കുക, ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് ഒഴിപ്പിച്ച വ്യാപാരികളെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി അധ്യക്ഷത വഹിച്ചു. ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. റഹ്മാൻ തിരുനെല്ലൂർ, മനോജ് V മേനോൻ, GK പ്രകാശൻ, K രാധാകൃഷ്ണൻ, ടെസി ഷൈജോ, M ആനന്ദ്, നീതു ബിനീഷ്, K രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വായനാവാരത്തോടനുബന്ധിച്ച് കുന്നംകുളം നഗരസഭയും ഏകലവ്യ സ്മാരക ലൈബ്രറിയും സംയുക്തമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. LP, UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ആവേശകരമായ ക്വിസ് മത്സരമാണ് നടത്തിയത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി പ്രശസ്തമായ പുസ്തകങ്ങളെ ആസ്പദമാക്കി വായനാനുഭവം എഴുതലും പങ്കുവയ്ക്കലും മത്സരം നടത്തി. വിദ്യാർത്ഥികളുടെ മികച്ച വായന വിശകലന മികവ് തെളിയിക്കുന്നതായിരുന്നു മത്സരങ്ങൾ. ടൗൺഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ജിജു, റീഡേഴ്സ് ഫോറം ഭാരവാഹികളായ ഗീവർഗീസ്, PS ഷാനു, ലൈബ്രറിയൻ സിൽവിയ എന്നിവർ സംസാരിച്ചു. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും നവീകരിച്ച പ്രവേശന കവാടത്തിന്റെയും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച അഡോളസന്റ് കൗൺസിലിംഗ് റൂമിന്റെയും ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷയായ യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്തൻ മാസ്റ്റർ, മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസീന അഷ്റഫ്, വാർഡ് മെമ്പർ AP ബിന്ദു, ഹെഡ് മിസ്ട്രസ് ബിന്ദു ബാബു, ശതോത്തര രജത ജൂബിലി കമ്മിറ്റി കൺവീനർ രാമചന്ദ്രൻ T, PTA പ്രസിഡന്റ് BK മോഹനൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KN സുരേഷ്, മുൻ പ്രിൻസിപ്പൽ വൃന്ദ KV, MPTA പ്രസിഡന്റ് ജസീല MB, ശ്രീകല, TP നസീറ, രജനി PK, ആലിസ് CM തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ എൻഡോമെന്റുകളും പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ വിവിധ ഉപഹാരങ്ങളും വിദ്യാലയത്തിന്റെ ഉപഹാരങ്ങളും അർഹരായവർക്ക് വിതരണം ചെയ്തു.
SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു അധ്യക്ഷത വഹിച്ചു. പ്രമുഖ കരിയർ ഗൈഡൻ AP മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പ്രിൻസിപ്പാൾ VB ശ്യാം, ഹെഡ് മിസ്ട്രസ് KK മഞ്ജുള, വാർഡ് കൗൺസിലർ സോണി ഷാജി, PTA പ്രസിഡന്റ് TA പ്രേമരാജൻ, ഫാദർ ജോസഫ് ജോർജ് KJ, MD രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഷാപ്പിന് സമീപം ബൈക്കിന് മുന്നിൽ നായ ചാടിയതിനെ തുടർന്ന് മറിഞ്ഞു വീണ് യുവാവിന് പരിക്കേറ്റു. പിലാക്കാട് സ്വദേശി അഭിനവിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 8:30ഓടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റയാളെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU കുന്നംകുളം ബ്രാഞ്ച് സമ്മേളനം നടന്നു. ഇൻഷുറൻസ് മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ യോഗം തീരുമാനിച്ചു. കുന്നംകുളം ടൗൺഹാളിൽ നടന്ന LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ബ്രാഞ്ച് സമ്മേളനം CITU തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാനുമായ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ കോർപ്പറേറ്റ് മുതലാളിമാർ രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് സ്ഥാപനമായ LICയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരും മാനേജ്മെന്റും IRDAയും ഇതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയാണെന്നും ജയപ്രകാശ് കുറ്റപ്പെടുത്തി. പുതിയ പരിഷ്കാരങ്ങളുടെ മറവിൽ LIC ഏജന്റുമാരുടെ നിലവിലുള്ള കമ്മീഷൻ പോലും വെട്ടിക്കുറച്ച് ഏജൻസി മേഖലയെ തകർക്കാനാണ് നീക്കമെന്നും അദ്ദേഹം ആരോപിച്ചു. ഇൻഷുറൻസ് മേഖല നേരിടുന്ന കടുത്ത വെല്ലുവിളികളും പുതിയ പരിഷ്കാരങ്ങളും ചർച്ച ചെയ്ത സമ്മേളനത്തിൽ LIC OIC CITU ഡിവിഷൻ കമ്മിറ്റി ട്രഷറർ MS മോഹനൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടന ഓൾ ഇന്ത്യ കമ്മിറ്റി മെമ്പർ E ബാലകൃഷ്ണൻ, ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി TS ഷെനിൽ, ജില്ലാ കമ്മിറ്റി സെക്രട്ടറി വത്സൻ മാളിയേക്കൽ, ഡിവിഷൻ കമ്മിറ്റി മെമ്പർ അജിനാസ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് രാജലക്ഷ്മി ബാലൻ, സെക്രട്ടറി KS പ്രദീപ്, ട്രഷറർ ബീന ജോയ് എന്നിവർ നേതൃത്വം നൽകി. ലഹരി മരുന്നിനെതിരെയുള്ള ശക്തമായ പ്രതിരോധവുമായി ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിപുലമായ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ഒരുമിക്കാം എന്ന ശക്തമായ മുദ്രാവാക്യം ഉയർത്തിയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും അണിനിരന്ന റാലി എരമംഗലം മാട്ടേരി സെന്ററിൽ നിന്നും ആരംഭിച്ച് വന്നേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രധാന വിദ്യാലയങ്ങളായ മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പാലപ്പെട്ടി ഹൈസ്കൂൾ, പുത്തൻപള്ളി സ്കൂൾ, അയിരൂർ AUP സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും മറ്റ് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ജാഥയിൽ അണിനിരന്നു. പെരുമ്പടപ്പ് പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ്, ASIമാരായ ഉദയൻ, ഉഷ എന്നിവർ വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. പുന്നയൂർകുളത്തിന് അഭിമാന നിമിഷം. സത്യജിത് റേ പുരസ്കാരം നേടിയ P ഷബിതയ്ക്ക് PhDയും സൈക്കോളജിയിൽ PhD നേട്ടവും പ്രശസ്തമായ പുരസ്കാര തിളക്കവുമായി പുന്നയൂർകുളം സ്വദേശിനി ഡോക്ടർ P ഷബിതയാണ് നാടിന് അഭിമാനമാകുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോർ ഡോക്ടർ APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഷബിത സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത്. കുട്ടികളുടെ പഠനവൈകല്യം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ഗവേഷണം. ഗവേഷണ മികവിനു പുറമെ സാഹിത്യരംഗത്തും ഡോക്ടർ ഷബിത തന്റെ മുദ്ര പതിപ്പിച്ചു. ഇവർ രചിച്ച വിപരീതങ്ങളുടെ വിസ്മയം എന്ന പുസ്തകത്തിന് പ്രശസ്തമായ സത്യജിത് റേ ഗോൾഡൻ പെൻബുക്ക് അവാർഡ് ലഭിച്ചു. കുട്ടികളുടെ മാനസികവും പഠനപരവുമായ വെല്ലുവിളികളെ നേരിടുന്നതിൽ വലിയ സംഭാവനകൾ നൽകുന്നതാണ് ഈ കൃതി. സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ സജീവമായി ഇടപെടുന്ന ഡോക്ടർ ഷബിത പരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആർദ്ര ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടറാണ്. കുട്ടികളുടെ ഉന്നമനത്തിനായി ആർദ്ര ഫൗണ്ടേഷന് കീഴിൽ സെന്റർ ഫോർ ഏർലി ഇന്റർവെൻഷൻ, റിമീഡിയൽ ട്രെയിനിംഗ്, കോളേജ് ഓഫ് സൈക്കോളജി, മ്യൂസിക് അക്കാദമി തുടങ്ങിയ വിപുലമായ സംവിധാനങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. പഠനവൈകല്യമുള്ള കുട്ടികളെ നേരത്തെ കണ്ടെത്തി അവർക്കാവശ്യമായ പരിശീലനവും കൌൺസിലിംഗും കലകളിലൂടെയുള്ള പിന്തുണയും നൽകാൻ ഈ സ്ഥാപനം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. തിരുവളയന്നൂർ സ്കൂൾ, MES കോളേജ് പൊന്നാനി, അൻസാർ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് വിദ്യാഭ്യാസം നേടിയത്. പുന്നേർകുളം പെഴുന്തറയിൽ ഹൌസിൽ മുഹമ്മദ് ഷെരീഫ്, ഷെബി ഷെരീഫ് എന്നിവരുടെ മകളാണ് ഡോക്ടർ ഷെബീദ. പുന്നേർകുളം കുന്നത്തൂർ സ്വദേശി മുജീബാണ് ഭർത്താവ്. ഉന്നത വിജയം നേടിയ ഡോക്ടർ ഷെബീദയെ നാട്ടിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ അഭിനന്ദിച്ചു. കടവല്ലൂരിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരിക്കും ബൈക്ക് യാത്രികനും പരിക്കേറ്റു. കടവല്ലൂർ പടിഞ്ഞാറ്റുമുരി
കൊപ്പറമ്പത്ത് പ്രമോദിന്റെ ഭാര്യ 45 വയസ്സുള്ള അനിത, ബൈക്ക് യാത്രക്കാരനായ കൊരട്ടിക്കര വട്ടമാവ് വലിയാരിക്കൽ 31 വയസ്സുള്ള അജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കടവല്ലൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപം വ്യാഴാഴ്ച കാലത്ത് 9:30യോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഇരുവരെയും കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആംബുലൻസിൽ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓർമ്മകൾ ബാക്കിയാക്കി താവുപേട്ടൻ യാത്രയായി. ആനപ്രേമിയും സ്വകാര്യ ബസ്സിലെ ക്ലീനർ പണിയുടെ ഹരവും പേറി ദീർഘനാൾ ബസ് ജീവനക്കാർക്കും നാട്ടുകാർക്കുമൊപ്പം സജീവമായിരുന്ന അയ്നൂർ വടക്കേതലയ്ക്കൽ പരേതനായ കുര്യൻ മാത്തിരി ദമ്പതികളുടെ മകൻ താവുപ്പന് നാട് യാത്രാമൊഴിയേകി. 1983 കാലഘട്ടങ്ങളിൽ പഴഞ്ഞി കുന്നംകുളം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളിൽ സ്വയം ക്ലീനറായി പോയിരുന്ന താവുപ്പൻ ഏതു ബസ്സിൽ കയറി ക്ലീനറായാലും ബസ് ജീവനക്കാർക്കോ ബസ് മുതലാളിമാർക്കോ പരാതികളോ പരിഭവമോ ഇല്ല. ചായയും ചോറും മൂക്കുപൊടിയുമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നതും ആവശ്യപ്പെടുന്നതുമായ വേതനം. നാട്ടുകാർക്ക് സ്ഥിരം തമാശകളുമായി വഴക്കടിക്കാനുള്ള പൊതുസ്വത്തുക്കളിൽ ഒരാളായിരുന്നു താവുപ്പൻ. ആനപ്രേമി കൂടിയായ താവുപ്പൻ പഴയകാലത്ത് ആനകൾ നടന്നുവന്നിരുന്ന കാലത്ത് താങ്ങുറക്കാത്ത വലിയ തോട്ടിയുമായി ഒപ്പമുണ്ടാകും. സ്വകാര്യ ബസ്സുകളായ പഴയ എക്സ്പ്രസ്, പിന്നീട് CD ട്രാൻസ്പോർട്ട്, സണ്ണി എന്നിങ്ങനെ പേരുകൾ മാറിയ ബസ്സിലും പഴയ സീന, പിന്നെ റെജി ബസ്സിലും ക്ലീനറായി സൗജന്യ യാത്രയ്ക്കൊപ്പം സൗജന്യ സേവനം നടത്തുന്ന താവുപ്പേട്ടൻ അക്കാലത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു. ചില ദിവസം അംഗീകൃത ബസ് ക്ലീനറായും ഉണ്ടാകും. ബസ്സിൽ താവുപ്പേട്ടൻ പ്രത്യേക ശബ്ദത്തിൽ റൈറ്റ് പറയും. കയ്യിൽ എപ്പോഴും ചെറിയ പൊതികളിലായി മൂക്കുപൊടിയും ഉണ്ടാകും. ഇഷ്ടമുള്ളവർ ചോദിച്ചാൽ ചിലപ്പോൾ മാത്രം സൗജന്യമായി തരും, അല്ലെങ്കിൽ ദേഷ്യത്തോടെ പ്രതികരിക്കും. നാട്ടുകാർ താവുപ്പന്റെ ആന ചത്തു എന്ന് പറഞ്ഞാൽ താവുപ്പന് പെട്ടെന്ന് ദേഷ്യം പിടിക്കും. പിന്നെ ബസ് ജീവനക്കാർ ഇടപെട്ട് ആശ്വസിപ്പിക്കുമെങ്കിലും തിരിച്ചു പറയുന്ന ദേഷ്യത്തോടെയുള്ള പ്രതികരണം തുടർന്ന് യാത്രക്കാർ കേൾക്കാൻ നിർബന്ധിതരാകും. വർഷങ്ങൾക്ക് മുമ്പേ താവുപ്പന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിരുന്നു. സ്വന്തമായി വീടില്ലാത്ത താവുപ്പൻ അയ്നൂരിലെ സഹോദരീപുത്രൻ രാജുവിന്റെ വീട്ടിലായിരുന്നു താമസം. വാർദ്ധക്യ സഹജമായ അസുഖത്താൽ താവുപ്പനെ പിന്നീട് കോട്ടപ്പടിയിലുള്ള അഭയഭവനിലേക്ക് മാറ്റി. ഈയിടെ അസുഖം മൂർച്ഛിച്ച അദ്ദേഹം വ്യാഴാഴ്ച പുലർച്ചെ മരിച്ചു. ഉച്ചയോടെ അയ്നൂരിലെ സഹോദരീപുത്രൻ രാജുവിന്റെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, പൊതുപ്രവർത്തകരായ ഷിജു കോട്ടോൽ, MA കമറുദ്ദീൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. 2 മണിക്ക് പഴഞ്ഞി ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ സംസ്കാരം നടത്തി. അമ്മിണി സഹോദരിയാണ്. താവുപ്പേട്ടൻ യാത്രയാകുമ്പോൾ ബാക്കിയാകുന്നത് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള ഒരുപാട് നാട്ടോർമ്മകളാണ്. ഫിഫ ലോകകപ്പിന്റെ ആവേശം ഒട്ടും ചോരാതെ ആവേശ പോരാട്ടങ്ങളുമായി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അങ്കണം. സ്കൂളിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ജർമ്മനി കിരീടത്തിൽ മുത്തമിട്ടു. ലോകമെങ്ങും ഫുട്ബോൾ ആവേശം അലതല്ലുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ പ്രത്യേക ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ഫുട്ബോൾ ഭൂപടത്തിലെ കരുത്തരായ അർജന്റീന, ബ്രസീൽ, ജർമ്മനി, പോർച്ചുഗൽ എന്നീ ടീമുകളെ പ്രതിനിധീകരിച്ചാണ് വിദ്യാർത്ഥികൾ പന്ത് തട്ടിയത്. ഓരോ ടീമും മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ മത്സരങ്ങൾ ഏറെ ആവേശകരമായി. ഫൈനലിൽ അത്യന്തം വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് ജർമ്മൻ പട വിജയം കൈപ്പിടിയിലൊതുക്കിയത്. വിജയികളായ ടീമിന് സ്കൂൾ അധികൃതർ ട്രോഫികളും മെഡലുകളും സമ്മാനിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് VK സന്തോഷ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് MS മണികണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായി. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ G. ശങ്കരപ്പിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനശാല സംഘടിപ്പിക്കുന്ന 2ാമത്തെ പരിപാടിയാണ് G. ശങ്കരപ്പിള്ള അനുസ്മരണം. വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് നാടക പ്രവർത്തകനും സിനിമാ സീരിയൽ നടനുമായ മുരുകൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് മധു ചൂണ്ടൽ അധ്യക്ഷനായി. വായനശാല നിർവാഹക സമിതി അംഗങ്ങളായ CJ ഫ്രാൻസിസ്, സുലൈമാൻ, CJ ജിജു, TL ജോസഫ്, ലൈബ്രറിയൻ ഹേമലത, പത്മിനി, മോഹിനി തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിനു ശേഷം കബനി തിയേറ്റേഴ്സിന്റെ ബാനറിൽ പ്രസാദ് ലീല അവതരിപ്പിച്ച ഏകാംഗ നാടകം അരങ്ങേറി. നാടക ഭാരവാഹികളായ വിദ്യാധരൻ, ബാബു വൈലത്തൂർ, റോഷൻ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. നാടക ഗുരുവായൂർ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുമായി സഹകരിച്ചാണ് വായനശാല G. ശങ്കരപ്പിള്ള അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. പുന്നൂർകുളം സഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അന്തരിച്ച റിട്ടയേർഡ് PWD സൂപ്രണ്ടും സഫ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകരിൽ ഒരാളായിരുന്ന കോലത്തയിൽ അഷ്റഫ് അനുസ്മരണം സംഘടിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ കുന്നംകാട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. അൻസാർ കോളേജിൽ നടന്ന ചടങ്ങിൽ സഫ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഇബ്രാഹിം അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. സഫ ചാരിറ്റബിൾ സെക്രട്ടറി OM നിയാസ്, അഡ്മിനിസ്ട്രേറ്റർ P. ജലീൽ, കരീം കോറോത്തയിൽ, സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സതീഷ് കുമാർ, ലിയാക്കത്ത്,
കോൺഗ്രസ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NR ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി മനുഷ്യച്ചങ്ങല തീർത്ത കുട്ടികൾ. സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. പ്രധാന അധ്യാപിക ബിന്ദു ബാബു, സീനിയർ അധ്യാപിക ശ്രീകല MB, പ്രിൻസിപ്പാൾ ഇൻചാർജ് സിമിലി S, സരിത ഗോപാൽ, ഷീബ TP, സന്തോഷ് കുമാർ, മംസി, കാവ്യ, ജംഷീന, കൗൺസിലർ ലിനിയ PL തുടങ്ങിയവർ സംബന്ധിച്ചു. NSS വളണ്ടിയർമാരായ റാസിഖ്, അൻസിൽ, ധനുഷ്, ഫിഹിൻ, ആര്യ, ആദില, അൻസില തുടങ്ങിയവർ നേതൃത്വം നൽകി. NSS പ്രോഗ്രാം ഓഫീസർ ജയറാം സന്തോഷ് കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിമുക്ത ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ പരിസരത്തുള്ള 7 സ്കൂളുകളിൽ നിന്നായി 14 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ACP V സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ടെമ്പിൾ CI വിനോദ് വലിയാട്ടൂർ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം മ്യൂറൽ അധ്യാപകൻ ബബീഷ്, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ചുമതലയുള്ള CPO D അരുൺ എന്നിവർ വിധികർത്താക്കളായിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ ASI K സാജൻ സംസാരിച്ചു. പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മുഴുവൻ പ്രോത്സാഹന സമ്മാനം നൽകി. ആദ്യം 3 സ്ഥാനം നേടിയവർക്ക് വെള്ളിയാഴ്ച വൈകിട്ട് ചാവക്കാട് നടക്കുന്ന സമ്മേളനത്തിൽ NK അക്ബർ MLA സമ്മാനം നൽകും. ലഹരി മുക്ത ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പൊതുജനങ്ങളുമായി സഹകരിച്ച് ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരമുണ്ടാകും. കൊർട്ടിക്കര GUP സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. വ്യാഴാഴ്ച രാവിലെ സ്കൂളിൽ ചേർന്ന പ്രത്യേക അസംബ്ലിയിൽ മീനാകുമാരി ടീച്ചർ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നാളത്തെ വാഗ്ദാനങ്ങളായി വിദ്യാർത്ഥി സമൂഹത്തെ ലഹരി എന്ന മഹാവിപത്തിൽ നിന്നും കാത്തുസൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ സന്ദേശവും നൽകി. തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ഉയർത്തിപ്പിടിച്ച് കൊരട്ടിക്കര സെന്ററിലേക്ക് ബോധവൽക്കരണ റാലി നടത്തി. ലഹരിമുക്ത സമൂഹം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട പരിപാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സജീവമായി പങ്കാളികളായി. പ്രധാന അധ്യാപിക PV ജിഷ സ്വാഗതവും ധന്യ ടീച്ചർ നന്ദിയും പറഞ്ഞു. പട്ടാമ്പി കുന്നംകുളം സംസ്ഥാന പാതയിൽ നിന്നും പഴഞ്ഞിയിലേക്ക് എത്തിച്ചേരുന്നതിനാവശ്യമായ ദിശാ ബോർഡുകൾ ഇല്ലാത്തത് യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി പഴഞ്ഞി അങ്ങാടി കൂട്ടായ്മ. പ്രതിദിനം നിരവധി വാഹനങ്ങളാണ് പഴഞ്ഞിയിലേക്ക് എത്തുന്നത്. എന്നാൽ പ്രധാന റോഡിൽ നിന്നും പഴഞ്ഞിയിലേക്കുള്ള സൂചനാ ബോർഡുകൾ ഇല്ലാത്തതിനാൽ പലരും വഴിതെറ്റുന്നതും അനാവശ്യ സമയനഷ്ടം നേരിടുന്നതും പതിവായിരിക്കുകയാണ്. പ്രദേശത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി പട്ടാമ്പി കുന്നംകുളം റോഡിന്റെ അനുയോജ്യമായ ഭാഗങ്ങളിൽ വ്യക്തവും ആധുനികവുമായ ദിശാബോർഡുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് പഴഞ്ഞി അങ്ങാടി കൂട്ടായ്മ ആവശ്യപ്പെട്ടു. മഹിളാ അസോസിയേഷൻ പുന്നിയൂർകുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ചമ്മന്നൂരിൽ നടത്തിയ പ്രതിഷേധം മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മെമ്പർ ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ഗിരിജ രാജൻ അധ്യക്ഷത വഹിച്ചു. ജയന്തി ഷാജു സംസാരിച്ചു. ലഹരിക്കെതിരെ പാവർട്ടി ജനമൈത്രി പോലീസിന്റെ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. പാവർട്ടി മനപ്പടി സോക്കർ ലാൻഡ് ടർഫിൽ നടന്ന ടൂർണമെന്റ് ഗുരുവായൂർ ACP സുരേഷ് V ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കായിക രംഗത്തെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള സമ്മാനദാനം പാവർട്ടി SI മഹേഷ് കുമാർ നിർവഹിച്ചു. ടൂർണമെന്റിൽ സംഘാടകരായ പാവർട്ടി പോലീസ് സ്റ്റേഷൻ ടീം, ഗുരുവായൂർ ACP ഓഫീസിലെ ഉദ്യോഗസ്ഥർ ടീം എന്നിവരുൾപ്പെടെ പ്രമുഖരായ 8 ടീമുകൾ മാറ്റുരച്ചത്. യുണൈറ്റഡ് പാവർട്ടി 1ാം സ്ഥാനവും സ്റ്റാർ പാർട്ട്നേഴ്സ് പൂവത്തൂർ 2ാം സ്ഥാനവും നേടി. ബെസ്റ്റ് ഗോൾ കീപ്പറായി നന്ദു യുണൈറ്റഡിനെ തെരഞ്ഞെടുത്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ സക്കറിയ OSC ഉദ്ഘാടനം ചെയ്തു. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും വായനയിലൂടെ ലഭിച്ച അറിവുകളെ അനുഭവവേദ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് മാനേജർ ഉദ്ഘാടന പ്രസംഗത്തിൽ
വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തി. ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ് അധ്യക്ഷയായി. ചടങ്ങിൽ വായനാ വാരത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, ഹിന്ദി എന്നീ ഭാഷാ വിഷയങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് ഭാഷകളുടെ പ്രാധാന്യവും സവിശേഷതകളും കൂടുതൽ അറിയുന്നതിന് ഉപകരിച്ചു. ലിറ്റററി ഫെസ്റ്റിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അധ്യാപകരായ എം പ്രീത, PR ലത എന്നിവർ നേതൃത്വം നൽകി. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് കൗക്കാനപ്പെട്ടി ALP സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളുമായി കൈരളി ഗ്രാമീണ വായനശാല സന്ദർശിച്ചു. കുട്ടികൾ സമാഹരിച്ച പുസ്തകങ്ങൾ വാർഡ് മെമ്പർ KS സനൽ വായനശാലയ്ക്ക് വേണ്ടി ഏറ്റുവാങ്ങി. ആന്റണി വാഴപ്പുള്ളി പുസ്തക വായനയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളുമായി സംവാദം നടത്തി. ഹെഡ്മാസ്റ്റർ CR ജിജോ, വിദ്യാർത്ഥി പ്രതിനിധി ആലിയ ഫാത്തിമ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന BCom പ്രൊഫഷണൽ ഹോണേഴ്സ് ഇന്റഗ്രേറ്റഡ് വിത്ത് ACCA കോഴ്സിന്റെ ഉദ്ഘാടനവും ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. കോളേജ് കോൺഫറൻസ് ഹാളിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA അജിത് കൈമൾ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ J. ബിൻസി അധ്യക്ഷത വഹിച്ചു. ലിറ്റിൽ ഫ്ലവർ കോളേജിലെ പ്ലേസ്മെന്റ് ഓഫീസർ ലിൻസൺ, കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആതിര G. കുമാർ എന്നിവർ സംസാരിച്ചു. ISDC ഫാക്കൽറ്റി അർജുൻ ഓറിയന്റേഷൻ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. മെസ്സി ഫാൻസ് അണ്ടത്തോടിന്റെ നേതൃത്വത്തിൽ മെസ്സിയുടെ പിറന്നാൾ ആഘോഷിച്ചു. അണ്ടത്തോട് പ്രദേശത്തെ 4ഓളം നഴ്സറി കുട്ടികൾക്ക് മെസ്സിയുടെ പേരിലുള്ള ജേഴ്സി വിതരണം ചെയ്തു. തുടർന്ന് വൈകിട്ട് അണ്ടത്തോട് സെന്ററിൽ മെസ്സിയുടെ ഫോട്ടോ പതിച്ച കേക്ക് മുറിച്ച് ആഘോഷിച്ചു. മെസ്സി ഫാൻസ് അണ്ടത്തോട് മെമ്പർമാരായ ജംഷീർ, നൌഷാദ്, നാഷ്, ഷാക്കിർ, റംഷാദ്, ബാദുഷ, മുജീബ്, കാസിം, അനസ്, നസീർ, നാസർ, ഷാജി, ഷിഹാബ്, ഷെഫീഖ് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,845 രൂപ, പവന് 1,02,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കിഴൂർ തേക്കേപ്പാട്ട് നാരായണൻ നായർ നിര്യാതനായി 84 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ നടത്തി. മല്ലികയാണ് ഭാര്യ. നീലിമ, നിഷ എന്നിവർ മക്കളാണ്. ചാവക്കാട് മുതുവട്ടൂർ കാഞ്ഞങ്ങാട്ട് പ്രിയദർശൻ നിര്യാതനായി 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ദേവപ്രിയൻ, ജ്യോതിപ്രിയൻ, ശാന്തിനി, സ്വാമിനി, ഷൈനി എന്നിവർ സഹോദരങ്ങളാണ്. വടക്കേക്കോട്ടൂൽ പള്ളിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കരിയൻ ഭാര്യ അമ്മിണി നിര്യാതയായി 84 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ വാതക ശ്മശാനത്തിൽ നടത്തി. മല്ലിക മകളാണ്. വെള്ളാറ്റഞ്ഞൂർ കുറ്റിക്കാട്ട് പരേതനായ തോമയുടെ ഭാര്യ മാർത്ത നിര്യാതയായി 87 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് വെള്ളാറ്റഞ്ഞൂർ ഫാത്തിമ മാതാ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. റോസ, ഫ്രാൻസിസ്, മർഗിലി എന്നിവർ മക്കളാണ്. തിരുവളയന്നൂർ സ്കൂളിന് സമീപം മുൻ വ്യാപാരിയായിരുന്ന കൊമ്പൻ ലാസർ കുട്ടി നിര്യാതനായി 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുഞ്ഞലക്കുട്ടിയാണ് ഭാര്യ. മിനി, സിനി, വിനി, റിനി, ലിനി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേലൂർ നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75-ാം നമ്പർ അങ്കണവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. BJPയുടെ സമരം പ്രഹസനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ. PSC പരീക്ഷയിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി ആരോപണം. ഈ മാസം 18-ന് നടന്ന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്നാണ് പരാതി. അനധികൃതമായി സിലബസ് മാറ്റിയെന്നും ഇക്കാര്യം അറിയിച്ചില്ലെന്നും ഉദ്യോഗാർത്ഥികൾ. ലോക മുസ്ലിങ്ങൾക്ക് ആത്മീയ പുതുവർഷത്തിന്റെ തുടക്കം കുറിച്ച മുഹറം മാസത്തിലെ അതിപ്രധാനമായ താസുവ, ആശുറ അഥവാ മുഹറം 9-10 വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിച്ച വിശ്വാസികൾ. ഇസ്ലാമിക കലണ്ടറായ ഹിജ്റ വർഷത്തിലെ 1-ാമത്തെ മാസവും പ്രവാചകൻ ശ്രേഷ്ഠമാക്കിയ 4 മാസങ്ങളിലെ ഒന്നുമാണ് മുഹറം.
കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിൽ ആശങ്ക ഉയർത്തിയ ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.